IPL-ലെ ഏറ്റവും വലിയ കൂടുമാറ്റം ആദ്യം നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഹാർദിക്കിനെ ക്യാപ്റ്റൻസിയിലോട്ട് എടുത്ത് രോഹിത്തിനെ താഴേക്ക് ഇറക്കിയതായിരുന്നു. പിന്നീട് അടുത്ത വർഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ കൂടുമാറ്റം രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തിയ സഞ്ജു തന്നെയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഇതുവരെ പറയാത്ത സഞ്ജു രാജസ്ഥാനിലേക്ക് മാറിയതിനെക്കുറിച്ച് സഞ്ജു തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടും മൗനം വെടിഞ്ഞും രാജസ്ഥാൻ വിട്ടത് കരിയറിലെ ഏറ്റവും വലിയ റിസ്ക് മുന്നിൽ കണ്ടു തന്നെയാണെന്നും പറയുകയാണ്. ഇപ്പോൾ തുണയായത് ധോണിയുടെ വാക്കുകളാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നതിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്ത ഒരുപാട് തന്നെയാണ് വൈറലായി മാറുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എല്ലാവരും ഇത്തരത്തിൽ വാക്കുകളെല്ലാം ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം. കഴിഞ്ഞ IPL സീസണിൽ മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയ തീരുമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ താരം ആദ്യമായി എത്തുകയാണ്. രാജസ്ഥാൻ മാനേജ്മെന്റിനോട് ടീം വിടുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല. ചിലപ്പോൾ ലേലത്തിൽ ഏത് ടീമിൽ എത്തുമെന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ വന്നേക്കാം. എങ്കിലും 2025 അവസാന സീസൺ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. വലിയ റിസ്ക് അത് തന്നെയായിരുന്നു. 18 കോടി രൂപയാണ് സഞ്ജു ചെന്നൈയിലേക്ക് എത്തിയപ്പോൾ. പകരം രവീന്ദ്ര ജഡേജയും സാം കറീനെയും അദ്ദേഹത്തിന് രാജസ്ഥാനിലേക്ക് കൊടുക്കേണ്ടി വന്നു. രാജസ്ഥാൻ മാനേജ്മെന്റിനോടൊപ്പം ടീം വിടുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല. ചിലപ്പോൾ ലേലത്തിൽ ഏത് ടീമിൽ എത്തുമെന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ വന്നേക്കാം. എങ്കിലും 2025 അവസാന സീസൺ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. കുടുംബവുമായി ആഴ്ചകളോളം ചർച്ച ചെയ്ത ശേഷമാണ് ഈ തീരുമാനമെടുത്തതെന്ന് സഞ്ജു പറഞ്ഞു. 30 വയസ്സായി. പുതിയ വെല്ലുവിളി ഏറ്റെടുത്ത് 0-ൽ നിന്ന് തുടങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു. ചെപ്പോക്കിലെ സ്ലോ പിച്ചിൽ എന്റെ ബാറ്റിംഗ് ശൈലി ഫലിക്കില്ല എന്ന് പലരും പറഞ്ഞു. എന്നാൽ സ്വന്തമായ ഒരു വഴി കണ്ടെത്താൻ ഞാൻ തന്നോട് തന്നെ ആവശ്യപ്പെട്ടു എന്ന് സഞ്ജു പറയുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മിന്നുന്ന ഫോമിലാണ് സഞ്ജു CSKയിലെത്തിയത്. എന്നാൽ IPL സീസണിൽ ആദ്യ 3 മത്സരങ്ങളിലും താരം ഒറ്റയ്ക്ക് പുറത്താവുകയും ചെയ്തു, തോൽക്കുകയുമായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് MS ധോണി തനിക്ക് പിന്തുണയുമായി എത്തിയതെന്ന് സഞ്ജു പറഞ്ഞു. ആദ്യ 3 തോൽവികൾക്ക് ശേഷം പ്രാക്ടീസിനിടെ മഹീബായ് എന്നോട് സംസാരിച്ചു. ഞാൻ ഓക്കെയാണെന്ന് ചോദിച്ചു. ഭയ്യ, ഞാൻ ഓക്കെയാണ്, പക്ഷേ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. ഉടൻ തന്നെ അദ്ദേഹം എന്നെ തടഞ്ഞു. പക്ഷേ എന്നിലേത് ചിന്ത കാടുകയറണ്ട. നീ ഏറ്റവും നന്നായി ചെയ്യുന്നത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് സഞ്ജു വെളിപ്പെടുത്തി. ധോണിയുടെ ഈ വാക്കുകൾ വലിയൊരു പാഠമായിരുന്നുവെന്ന് സഞ്ജു പറയുന്നു. ശൈലി മാറ്റാനോ സമ്മർദ്ദത്തിന് വഴങ്ങാനോ നിൽക്കാതെ അടുത്ത മത്സരത്തിന് ഇറങ്ങിയ സഞ്ജു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പുറത്താകാതെ 115 റൺസ് നേടി. തകർപ്പൻ സെഞ്ചുറിയോടെ തിരിച്ചുവരവ് നടത്തി. തുടക്കത്തിലെ തിരിച്ചടികൾ മറികടന്ന് സഞ്ജു സീസണിലെ ചെന്നൈക്കായി 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 43.36 ശരാശരിയിലും 165.63 സ്ട്രൈക്ക് റേറ്റിലും 477 റൺസ് വാരിക്കൂട്ടി. 2 സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിന്റെ പ്രകടനം പോലും. എല്ലാവരും വളരെയധികം വിസ്മയത്തോടെ കാണുന്നു. MS ധോണി നൽകിയ ഉപദേശമാണ് തനിക്ക് ആത്മവിശ്വാസം നൽകിയതെന്ന് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സൂപ്പർ സ്റ്റാർസ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ തുറന്നു പറഞ്ഞാണ് സഞ്ജു അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. തന്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റം പലരെ എങ്ങനെ വിഷമിപ്പിച്ചു എന്നറിയാം. എന്നാൽ തനിക്ക് വളരെയധികം റിസ്ക് ഫാക്ടർ ആയിട്ടും താനത് തിരഞ്ഞെടുത്തത് കരിയറിലെ ഒരു ഷിഫ്റ്റിന് വേണ്ടി തന്നെയാണെന്ന് സഞ്ജു പറയുന്നു.